ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നലത്തെ ചോദ്യം, ദാനിയേൽ പ്രവചന ശുശ്രൂഷ നടത്തിയത് ഏത് രാജ്യത്താണ്? ഉത്തരം ബാബിലോൺ. ദാനിയേൽ പ്രവചനം 2-ാം അധ്യായം 24-ാം വാക്യം. ദാനിയേൽ പ്രവാചകൻ നെബൂഖദ്നേസർ, ബെൽഷസ്സർ, ദാര്യാവേശ്, കോരശ് എന്നീ രാജാക്കന്മാരുടെ കാലത്ത് ശുശ്രൂഷ ചെയ്ത പ്രവാചകനായിരുന്നു. അവൻ രാജ്യത്തെ ഭരണാധികാരികളിൽ 3-മനായിരുന്നു. ദാര്യാവേശ് രാജാവിനെ 30 ദിവസം ആരാധിക്കണമെന്ന് കൽപ്പന പുറപ്പെടുവിച്ചപ്പോൾ അതിന് കൂട്ടാക്കാതെ യെരുശലേമിനെ നോക്കി മുട്ടുകുത്തി 3 നേരം അത്യുന്നതനായ ദൈവത്തെ പ്രാർത്ഥിച്ച ദാനിയേലിനെ സിംഹക്കുഴിയിലേക്ക് വലിച്ചെറിയുകയും അവിടെ നിന്നും സിംഹങ്ങൾക്ക് യാതൊന്നും ചെയ്യുവാൻ കഴിയാതെ ദാര്യാവേശ് രാജാവ് അവനെ പുറത്തു കൊണ്ടുവരികയും ചെയ്തു. മാത്രമല്ല, ദാനിയേലിൻ്റെ ദൈവത്തെ എല്ലാവരും ആരാധിക്കുവാൻ തക്കതിനവണ്ണം അവൻ കൽപ്പന പുറപ്പെടുവിച്ചു. ഇന്നലത്തെ വിജയി. ഇന്നത്തെ ചോദ്യം ഇതാണ്: പുതിയ നിയമത്തിൽ തെസ്സലോനിക്കർ 2-ാം ലേഖനത്തിന് ശേഷമുള്ള പുസ്തകം ഏതാണ്? ഞാൻ ആവർത്തിക്കുന്നു, പുതിയ നിയമത്തിൽ തെസ്സലോനിക്കർ 2-ാം ലേഖനത്തിന് ശേഷമുള്ള പുസ്തകം ഏതാണ്? വേഗം ഉത്തരം അയക്കൂ. നിങ്ങൾക്കെല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു. താഴെ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങളുടെ ഉത്തരങ്ങൾ അയയ്ക്കുക.